ഹലോ ഗൈസ്, ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. ഞാൻ ഇന്ന് ഇവിടെ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഒരു റീലിടാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. ഇതെന്ന് വെച്ചാൽ ഞാൻ പാസ്സായി ഗൈസ്. എൻ്റെ കോഴ്സ് കഴിഞ്ഞു, എൻ്റെ ഡെസർട്ടേഷൻ്റെ റിസൾട്ടൊക്കെ വന്ന് ഞാൻ പാസ്സായി ഗൈസ്. അപ്പോൾ ഇത് ഞങ്ങളുടെ യൂണിയനിലുള്ള എൻ്റെ ഫ്രണ്ട്സിനും ബാക്കിയുള്ള പിള്ളേർക്കും കൂടെ ഉള്ളൊരു വീഡിയോ ആണ് ഗൈസ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ റിസൾട്ട് വന്നു, അതിൻ്റെ മെയിലും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ ഗ്രാജുവേഷൻ ഡേറ്റും വന്നു, ബുക്കിംഗ് ചെയ്തു ഗ്രാജുവേഷൻ ഡേറ്റ്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഗ്രാജുവേഷൻ ഇടാനുള്ള ഡ്രസ്സ്, സെറമണി ചെയ്യാൻ നേരത്തെ ഇടാനുള്ള ഗൗണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നമ്മൾ മേടിക്കുന്നതല്ല, വാടകയ്ക്ക് എടുക്കുന്നത്. അപ്പം അതിൻ്റെ മെയിലും കാര്യങ്ങളും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അത് ഞാൻ കണ്ടുപിടിച്ചു ഗൈസ്. ഇതിൻ്റെ അകത്തുണ്ട്, മെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഇന്ന് ബുക്ക് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. ARUവിൻ്റെ ഗ്രാജുവേഷൻ സെറമണിക്കുള്ള ഗൗണ് എങ്ങനെ ബുക്ക് ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ അത് വർക്ക് കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഇന്നലെ ബുക്ക് ചെയ്തു. അപ്പോൾ ഞാൻ വിളിച്ച് കൂട്ടുകാരോട് തിരക്കിയപ്പോൾ അവർക്കൊന്നും വന്നിട്ടില്ല. അന്നേരം അവന്മാരെയാണ് പറഞ്ഞത് ഒരു വീഡിയോ അങ്ങോട്ട് എടുത്ത് റീച്ച് കിട്ടിയാലോ എന്ന് പറഞ്ഞത്. മെയിനായിട്ട് നമ്മുടെ അരുണളിയനാണ് പറഞ്ഞത്. അരുൺ നമ്മുടെ എൻ്റെ കൂടെ പഠിക്കുന്ന അരുണും റസിനും അവരിവിടെ മാഞ്ചസ്റ്ററിലുണ്ട്. അപ്പം അവരാണ് പറഞ്ഞത്. അപ്പോൾ ഗായ്സ്, നേരെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, എൻ്റെ പാസ്സായതിൻ്റെ മെയിലാണ്. അപ്പം ഇതിൻ്റെ താഴെ പോകുന്നിടത്ത് അവിടെ ഉണ്ട് കാര്യങ്ങളൊക്കെ. ഞാൻ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഗൈസ്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം ഗൈസ്. നമ്മളിത് നേരെ ഗൗൺ ബുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അതിന് നമ്മൾ നേരെ നമ്മുടെ ഔട്ട്ലുക്ക് ഓപ്പൺ ചെയ്യണം. അതിൻ്റെ അകത്തൊരു മെയിൽ വന്നിട്ടുണ്ട്. മെയിൽ എന്ന് പറയുന്നിടത്ത് ഗ്രാജുവേഷൻ സെറമണി ബുക്കിംഗ് ആർ ഓപ്പൺ എന്ന് പറഞ്ഞൊരു മെയിൽ വന്നിട്ടുണ്ട്. 27/5/24 വന്ന മെയിലാണ് ഗൈസ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അത് ഓൾറെഡി നിങ്ങളുടെ ഗ്രാജുവേഷൻ ബുക്കിങ്ങിന് വേണ്ടിയുള്ള മെയിലാണ്. ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്ത് പോകാൻ നേരത്ത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ ആരെയും ശ്രദ്ധിച്ചിട്ടില്ല. ഇൻക്ലൂഡിങ് ഗൗൺ ഇവിടെ വെച്ചിട്ടുണ്ട്, കണ്ടോ, ഇൻക്ലൂഡിങ് ഗൗൺ. അപ്പം വെബ്സൈറ്റിൽ പോകും. അവരുടെ വെബ്സൈറ്റിൽ പോകുന്ന നേരത്ത് ഇതാണ് അവരുടെ വെബ്സൈറ്റ്. നിങ്ങളുടെ ഗ്രാജുവേഷൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ താഴെ കിടപ്പുണ്ട് ഹയർ യുവർ ഗൗൺ. അപ്പം ആ ഓപ്ഷനിൽ ഞെക്കുക. ഗ്രാജുവേഷൻ ഗൗൺ. അപ്പോൾ അതെ, റോബ് ഹയർ വന്നു. ഇനി ഇത് അവരുടെ ജസ്റ്റ് ഒരു സൈറ്റ് പറയുന്നതാണ്, എത്ര രൂപയാണെന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെ, നിങ്ങളുടെ ഗ്രാജുവേഷന് 42 പൗണ്ടാണ് ഒരാൾക്ക് ആവുന്നത്. അത് ജസ്റ്റ് ആ ഒരു ടൈമിലേക്ക് ഇടുന്നതിന്. അതിൽ പല ടൈപ്പ് ഉണ്ട്, നമുക്ക് സ്വന്തമായിട്ട് മേടിക്കാം. വേണമെങ്കിൽ 1-2 ദിവസം ഇട്ടിട്ട് കൊടുക്കാം. അത് അവർ നമ്മൾ പറയും. ഇനി നമ്മൾ ആവശ്യം പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇനി നമ്മൾ ഓർഡറിങ് ഓൺലൈൻ എന്നുള്ളതിൽ അവരുടെ ഒരു വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് യൂണിവേഴ്സിറ്റി ഒരു കമ്പനിയായിട്ട് കൊളാബ് ചെയ്തായിരിക്കും തരുന്നത്. അപ്പോൾ അവരുടെ ഒരു വെബ്സൈറ്റാണിത്. നമ്മൾ അതിൽ പോവുക. അതിൽ പോയി കഴിയുമ്പോൾ കണ്ടോ, വെൽക്കം ടു ആംഗ്ലിയ റുസ്കിങ് യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷൻ ഗൗൺ ഹയർ. അതിലിതേ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതാണ് യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയുടെ 3 യൂണിവേഴ്സിറ്റിയുടെ പേരുണ്ട്. പിന്നെ അതിനകത്ത് അവർ ഈ ഗൗണിൻ്റെ ഇത് ചെംഫോൾഡോ അതോ ഇല്ലെങ്കിൽ കേംബ്രിഡ്ജോ ഇല്ലെങ്കിൽ മറ്റേ പീറ്റർബോറോ ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും കുഴപ്പമില്ല, ഈ സെയിം മെത്തേഡ് തന്നെയാണ് പാറ്റേൺ പോകുന്നത്. അത് കഴിഞ്ഞ് ഹൗ ഇറ്റ്സ് വർക്ക്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് വേണ്ടതെന്നുള്ളത് അവർ ഇതിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ സ്റ്റുഡൻ്റ് ഐഡിയും പേരും അടിക്കണം. അത് കഴിഞ്ഞ് ബുക്ക് യുവർ ഹയർ, അത് നമുക്ക് താഴോട്ട് പോകുമ്പോൾ കാണാം. ഇത് ജസ്റ്റ് അവരൊരു മെഷർമെൻറ്റ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഹൈറ്റ് വേണം. പിന്നെ ഹെഡിൻ്റെ ഒരു സർക്കം, അത് നമുക്കൊരു ജസ്റ്റ് ഒരു ഐഡിയയിൽ ചെയ്താൽ മതി. പിന്നെ പേയ്മെൻറ്റ് ചെയ്യുക. ഈ 3 ഓപ്ഷനാണ് ഉള്ളത്. പിന്നെ കണ്ട താഴോട്ട് പോകുന്ന നേരത്ത് നിങ്ങളുടെ സ്റ്റുഡൻ്റ് ഐ ഡി അടിക്കണം. നിങ്ങളുടെ സ്റ്റുഡൻറ്റിൻ്റെ സർനെയിമാണ് അടിക്കേണ്ടത്. മീൻസ് സെക്കൻഡ് നെയിം അടിക്കുക, സ്റ്റുഡൻ്റ് ഐ ഡി അടിക്കുക, ഫൈൻഡ് കൊടുക്കുക. ഈ സ്റ്റുഡൻറ്റ് നെയിം അടിക്കാൻ നേരത്ത് ഞാൻ നേരെ ആദ്യം അടിച്ചിട്ട് വന്നില്ല, അത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് അങ്ങോട്ട്. അങ്ങനെയല്ല, കറക്റ്റ് ആയിട്ട് എന്ന് വെച്ചാൽ സ്പേസ് ഉണ്ടെങ്കിൽ ആ സ്പേസ്, ഇപ്പം ലോങ് നെയിം ആണെങ്കിൽ സ്പേസ് ഉണ്ടെങ്കിൽ ആ സ്പേസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് അടിച്ചെങ്കിൽ മാത്രമേ വരുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങളുടെ സ്റ്റുഡൻ്റ് ഐ ഡി അടിക്കുക, ഫൈൻഡ് ചെയ്യുക. പിന്നെ അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ, ഓരോ ഓപ്ഷൻ ഉണ്ട്, അത് അടിച്ചടിച്ച് പോയി കഴിയുമ്പോൾ ലാസ്റ്റ് പേയ്മെൻറ്റ് വരും. പേയ്മെൻറ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി എൻ്റെ ബുക്ക് ചെയ്ത്, അതാണ് ഞാൻ ഇപ്പം ഇതിൽ കാണിക്കാത്ത. ഞാൻ എൻ്റെ മെയിലും കാര്യങ്ങളും വന്നത് കാണിച്ചു തരാം. പേയ്മെന്റ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ വരുമെന്ന് കാണിച്ചു തരാം. 2 മെയിൽ വരും, ഒന്നൊരു കൺഫർമേഷനും അല്ലാത്ത മെയിലും. അപ്പം ഇങ്ങനെയാണ് വരുന്നത് മെയിൽ വരുന്നത്. ഈ മെയിൽ നമ്മൾ അന്ന് ചെല്ലാൻ നേരത്ത് കാണിച്ചാൽ മതി. 17-ാം തീയതി 11 മണിക്കാണ് സെറമണി.
അപ്പം ഇത് അവിടെ കാണിച്ചാൽ മാത്രം മതി. ഇത്രേ ഉള്ളൂ സംഭവം. എല്ലാവരും പോയി ബുക്ക് ചെയ്തോ ഗൈസ്.